മല്ലിക സുകുമാരൻ ഒരു സൈഡിൽ കിടന്ന് നിലവിളിക്കുന്നു, എൻ്റെ മകൻ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയുന്നു, എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ പൃഥ്വിരാജിനെ, മോഹൻലാലിനെ, ഇപ്പോൾ ഗോകുലം ഗോപാലിനെ അടക്കം ഇടി ചോദ്യം ചെയ്തതിൽ ഈ വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നതിലും രാജപ്പൻ എന്ന ആളുകൾ കളിയാക്കി വിളിക്കുന്ന പൃഥ്വിരാജിനെ ഈ കുടുക്കിലേക്ക് തള്ളിവിട്ടതും ബിനീഷ് കൊടിയേരിയാണ്. ബിനീഷ് കൊടിയേരി സിനിമ ഇറങ്ങിയതിൻ്റെ അന്ന് 27-ാം തീയതി മാർച്ച് 27-ാം തീയതി രാവിലെ ഇട്ടൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: സിനിമ കണ്ടതിന് ശേഷം ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. L2 എന്നൊക്കെ പറഞ്ഞിട്ട് മുരളി ഗോപി, മോഹൻലാൽ, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ ഈ 4 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ വിവാദത്തിന് തിരികൊളുത്തിയത് ബിനീഷ് കൊടിയേരിയാണ്. സത്യത്തിൽ ബിനീഷ് കൊടിയേരിക്ക് മറ്റു വല്ല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ രാവിലെ 6 മണിക്കാണ് ആദ്യത്തെ ഷോ തന്നെ. സിനിമ കാണുന്നു, മോഹൻലാലിന്റെ പ്രേക്ഷകർ പോകുന്നു, ഈ പറയുന്ന സംഘപരിവാറുകാരായ ആൾക്കാരുണ്ടാവും, ഹിന്ദുക്കളായ ആൾക്കാരുണ്ടാവും, മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ടാവും അല്ലെ. ഇവരെല്ലാം സിനിമ കണ്ടു. കുറച്ച് പേരൊക്കെ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് ശ്രദ്ധേയമാണ്. അപ്പോൾ കുറച്ച് പേർക്കുണ്ട് ഇതിനകത്തിലെ ഗുജറാത്തിലെ പ്രശ്നം ഉണ്ടല്ലോ, ഗോദ്രയിലെ പ്രശ്നം പറയുന്നുണ്ടല്ലോ, കുറച്ച് സാധനമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ ഒരു സിനിമ, വലിയ സിനിമ മോഹൻലാൽ. പക്ഷെ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹൈപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫറിന്റെ അത്ര പോരാ എന്ന രീതിയിൽ വന്നുള്ളൂ. പക്ഷെ പിന്നീട് വന്നേച്ച് പറയുന്നു ഇതിനകത്ത് അങ്ങനെയല്ല, മറ്റൊരു പ്രൊപ്പഗണ്ടയുണ്ട്, എന്തോ ഒരു സംഭവം ഒളിച്ചു കിടത്തുന്നു. അതാര് പറഞ്ഞു? ഇവിടെ ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് നോക്ക്. എന്താ ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ്? അപ്പൊ ബിനീഷ് കൊടിയേരി പറയുന്നു ഗുജറാത്ത് കലാപം പച്ചയ്ക്ക് പറയാൻ ആർജവമുള്ള ഒരു സംവിധായകൻ ഇവിടെ വന്നിരിക്കുന്നു, പൃഥ്വിരാജാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജിനെ അങ്ങ് മേളി കയറ്റുന്നു, ഏറി കയറ്റി നിർത്തി നിൽക്കുന്നു. അപ്പോഴും വിചാരിക്കും പൃഥ്വിരാജിനെ സഹായിച്ചാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് തന്നെ പറഞ്ഞ പോലെ ഈ പൃഥ്വിരാജിനുള്ള ഒരു പണിയായിരുന്നു ഈ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ ഉന്നത നേതാവിന്റെ മകൻ ബിനീഷ് കൊടിയേരി ചെയ്യുന്നത്. അപ്പോൾ ബിനീഷ് കൊടിയേരി സിനിമാ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ പൃഥ്വിരാജ് നിൽക്കുന്ന പക്ഷത്തിന് മറുവശത്താണ് ഇയാൾ നിൽക്കുന്നതെങ്കിൽ കൊടുത്ത പണി ഗംഭീരമല്ലേ. അതായത് മോഹൻലാലിന്റെ ഒരു സിനിമ മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ പോയി കാണുകയും അതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന ഗുജറാത്തിന്റെ മേഖലയോ അല്ലെങ്കിൽ ഇതിനകത്ത് സഹനായകൻ എന്ന് പറയാവുന്ന പൃഥ്വിരാജിന്റെ അല്ലെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ വേറെ എന്തൊക്കെയോ സംഭവമൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക മൂഡിലിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ. അതിലേക്കാണ് ഇതിനകത്ത് തുടക്കവും പൃഥ്വിരാജിന്റെ പേരും പൃഥ്വിരാജ് എവിടെ പോയി ട്രെയിൻ ചെയ്തു എന്നൊക്കെ ഉള്ളവിടെ വരുമ്പോൾ ഇതിനകത്ത് കുറെ കണക്ഷൻ വരുന്നത്. അപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാർ കൂടി ഈ പൃഥ്വിരാജിന്റെ സിനിമയിൽ ഇങ്ങനെ ഒരു രഹസ്യ സന്ദേശം ഒളിച്ചു കടത്തുന്നുണ്ടെന്ന് ഈ ബിനീഷ് കൊടിയേരി പറഞ്ഞു കൊടുത്തു. അപ്പം അടുത്ത ആൾ കാണാൻ പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഒന്ന് നോക്കണമല്ലോ, നോക്കുമ്പോൾ ശരിയാണ്, ഇത് കണക്ഷനാണ്. അപ്പോൾ ആദ്യത്തെ ഷോ കണ്ടവൻ്റെ അടുത്ത് എടാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, എനിക്കും അത് തോന്നിയായിരുന്നു. അപ്പോൾ ഇത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വലിയ പാട്ടായി എന്ന് പറഞ്ഞാൽ രാവിലത്തെ 1-2 ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഗുജറാത്ത് കലാപത്തെ വെള്ളപൂശാനിലെ ഗുജറാത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ ഈ സംഘപരിവാർ സംഘടന ചെയ്തതാണെന്നും അങ്ങനെയാണ് BJP എന്ന് പറയുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരണം നേടിയതെന്നും പച്ചയ്ക്ക് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു പ്രചരണം നടത്തി. ഇത് ഈ പറയുന്ന മോഹൻലാൽ ഫാൻസിനെതിരായിട്ടുള്ള ടീം അല്ലെങ്കിൽ പൃഥ്വിരാജിനെ സഹായിക്കുന്ന ടീം മുഴുവൻ കൂടുതലായിട്ട് പ്രചരിച്ചു. ഇതോടുകൂടി ആളുകൾ 2 ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞു. അതായത് ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം എന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ തിരിച്ചു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കൊടിയേരിക്ക് പെട്ടെന്ന് തോന്നി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന ബിനീഷ് കൊടിയേരിയുടെ പിന്നിൽ ആരൊക്കെയോ ഇല്ലേ? ഈ സംഭവം ഒരു വിവാദമാക്കി മാറ്റണം. 1-2 ദിവസം കഴിഞ്ഞാണ് ഈ വിവാദം വരുന്നതെങ്കിൽ ഇത്രയും ശ്രദ്ധ ആകർഷിക്കുമായിരുന്നില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ബിനീഷ് കൊടിയേരി ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ചില കണ്ടന്റ് ഉണ്ടെന്ന് ബിനീഷിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? അതും അന്വേഷണ വിധേയമാക്കണ്ടേ? മാത്രമല്ല ബിനീഷ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി അത് ശരിക്കും വായിച്ചു നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അപ്പൊ വളരെ കൃത്യമാണ്, ഗുജറാത്ത് കലാപം നടത്തിയിട്ടാണ് സംഘപരിവാർ രാജ്യം ഭരിക്കുന്നത് എന്നാണ് ബിനീഷ് കൊടിയേരി ഈ കണ്ട സിനിമയിൽ നിന്ന് ബിനീഷ് കൊടിയേരിക്ക് മനസ്സിലായത്. അപ്പോ അത് പൃഥ്വിരാജ് പറഞ്ഞു എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, അങ്ങനെ ആ സിനിമയിൽ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ സംവിധായകൻ പൃഥ്വിരാജാണ്, അതിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ പൃഥ്വിരാജിന് ഇത്രയും ധൈര്യമാണ് കേന്ദ്ര സർക്കാരിനെതിരെ പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാൻ. ഇതിന് ചില്ലറ ധൈര്യമൊന്നും പോരാ, വളരെ വലിയ ധൈര്യം ഉണ്ടാണ്. അപ്പൊ പൃഥ്വിരാജ് വളരെ വലിയ ധൈര്യശാലിയാണ്.
കേന്ദ്ര സർക്കാരിനെതിരെ പൃഥ്വിരാജിന്റെ ഭാര്യ പറയുന്നു ആളറിഞ്ഞ് കളിക്കടാ എന്ന്, വിനീഷ് പറയുന്നു പൃഥ്വിരാജ് വളരെ ധൈര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ സംഘപരിവാർ ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വല്ലാത്ത അവരെ പൊഴുത്തുകയാണ്. പക്ഷെ ആ പൊഴുത്തൽ മൊത്തവും ഇവർക്കെതിരായി വരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആകണം ബിനീഷ് കൊടിയേരി ഇട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബിനീഷ് കൊടിയേരിയുടെ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നു. പൃഥ്വിരാജിനെ കൊടുക്കണം, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ അജണ്ട പൊളിക്കണം. ഇതിനാണ് ഈ പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 1-2 ഷോ കണ്ടിട്ട് വരുന്നവർ സ്വാഭാവികമായിട്ട് ഇതിന്റെ റിവ്യൂ എന്താണ്, ഇതെന്താണെന്നൊക്കെ അന്വേഷിക്കും. ഇപ്പൊ ഈ സിനിമ കാണാത്തവർ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുകയാണ്. അപ്പൊ സിനിമയുടെ കണ്ടന്റ് വരാതെ അതിനകത്തുള്ള ആശയങ്ങൾ വരും. അപ്പൊ ഇവിടെ പറയുകയാണ് ഈ ഗുജറാത്ത് കലാപം നടത്തിയിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കിയതാണ് BJP. അതിന് നേതൃത്വം നൽകിയത് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയാണ്. ഇത് പച്ചയ്ക്ക് പറയുകയാണെന്ന് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ ഇതിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മോഹൻലാൽ ഫാനായിട്ടുള്ള സംഘപരിവാറിനെ അനുകൂലിക്കാൻ നിരവധി ഹാൻഡിലുകൾ ഉണ്ടാവില്ലേ, അവരിലേക്ക് ഇത് ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അവർ കൂട്ടമായിട്ട് ഈ സിനിമ കാണാൻ പോകും. എന്നിട്ട് പറയും നമുക്കിതിനെ ബഹിഷ്കരിക്കാം, നമ്മൾ നാളെ മുതൽ സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശക്തമായൊരു പ്രക്ഷോഭം ഉണ്ടാകും. ഇന്ന് വരെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തി ഒരു സിനിമയ്ക്കും ഡാമേജ് ഉണ്ടായിട്ടില്ല. അത്രയും വലിയ ഡാമേജ്. കാരണം ഒരു സിനിമയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്നില്ല, ഈ സിനിമയ്ക്കെതിരെ സമരമായിട്ട് രംഗത്ത് വരുന്നില്ല, ഈ സംവിധായകനെ ചീത്ത പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സമരം നടത്താൻ പോകുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, ബുക്ക് ചെയ്ത സിനിമ ടിക്കറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു, തിയേറ്ററുകളിൽ ആളില്ല എന്ന് വരുത്തി തീർക്കുന്നു. ഒടുവിൽ മോഹൻലാലിന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു, ഈ സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഈ സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയേണ്ടി വരുന്നു. പൃഥ്വിരാജിന് അതേ പോസ്റ്റ് എടുത്ത് റീപോസ്റ്റ് ഷെയർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ 17 കട്ട് 24 കട്ടാവുന്നു. എന്നിട്ടും ക്രിസ്ത്യാനികളെ വേദനിപ്പിച്ച ഭാഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് പറയുന്നു. സിനിമ തന്നെ നിരോധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ ഒക്കെ പിന്നിൽ ഈ സിനിമയെ തകർക്കാൻ ഒരു ശക്തി പിന്നിലുണ്ട്. ഈ സിനിമ തകരണമെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ പൃഥ്വിരാജിന്റെ ലക്ഷ്യം സംഘപരിവാറിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. ചിലരുടെ ലക്ഷ്യം പൃഥ്വിരാജിനെ തകർക്കുക. പൃഥ്വിരാജിന്റെ ലക്ഷ്യം സംഘപരിവാറിനെ തകർക്കുകയും ഈ പൃഥ്വിരാജിനെതിരെ നിലകൊണ്ടവരുടെ ലക്ഷ്യം സംഘപരിവാർ പൃഥ്വിരാജായിരുന്നു. അപ്പൊ പൃഥ്വിരാജ് ആ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കുന്നില്ലെന്നോ, ഞാനാണ് വലിയതെന്നും എനിക്കൊരു മട്ടാഞ്ചേരി മാഫിയ ടീമിന്റെ പിന്തുണയുണ്ട്, ഞാൻ സിനിമാ മേഖല അടക്കി ഭരിക്കുമെന്നും ഒക്കെയുള്ള ഒരു ധാരണ വന്നപ്പോൾ എങ്കിൽ നിനക്ക് കാണിച്ചു തരാടാ, സിമ്പിൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സോഷ്യൽ മീഡിയയിലെ 4 വരി കൊണ്ട് പൃഥ്വിരാജിനെ തകർത്ത് കളഞ്ഞു. പൃഥ്വിരാജ് ആലോചിച്ച് ഇവിടെ ഇത്രയും വലിയ പ്രക്ഷോഭം നടന്നു, സംഘപരിവാർ ഹാൻഡുകൾ ഇത് ഏറ്റെടുത്തു, ജനങ്ങൾ ഈ സിനിമയ്ക്കെതിരായി, ഇതൊക്കെ മാറ്റിവെക്കൂ. ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന ആളുടെ സോഷ്യൽ മീഡിയയിലെ 4 സെന്റൻസ് ആണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെ തകർത്തത്. പൃഥ്വിരാജ് പോയി അയാളുടെ അടുത്ത് കാല് പിടിക്കണം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയത്? അത് മാത്രമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. സിനിമ കാണാൻ പോയിട്ട് ചിരിച്ചോണ്ട് പിണറായി വിജയൻ ഇറങ്ങി വരുന്നു. ഈ ചിരിയുടെയൊക്കെ പിന്നിൽ ഞങ്ങൾ ആളെ വിട്ടിട്ടുണ്ട് ഇത് തകർക്കാൻ വേണ്ടിയിട്ട്, പുറകിൽ ആളുണ്ട്, പക്ഷെ ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും, ഞങ്ങൾ ആളെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ ചിരിയിൽ നിന്ന് മനസ്സിലായത്. എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കൾ ഈ സിനിമ കാണാൻ പോയി. കണ്ടിട്ടിറങ്ങിയതിന് ശേഷം എന്നോട് പറഞ്ഞു സിനിമ നല്ല സിനിമയാണ്, പക്ഷേ നമ്മൾ വിചാരിച്ചത് ലൂസിഫറിൻ്റെ അത്ര എമ്പുരാൻ നമുക്ക് പറ്റിയില്ല, കാരണം എബ്രഹാം ഖുറേഷി ആരാണെന്ന് അറിയാനാണ് ഞങ്ങൾ പോയത്, പറ്റിയില്ല എന്ന്. ഇതേ സുഹൃത്തുക്കൾ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്നോടത്ത് വിളിച്ചു പറയാണ്, നമ്മൾ പറഞ്ഞതല്ല, ആ സിനിമയ്ക്കകത്ത് സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും ഒക്കെ ചില കാര്യങ്ങളുണ്ട്. ബിനീഷ് കൊടിയേരി എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ പോസ്റ്റ് എനിക്കെടുത്ത് അയച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ അപ്പം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പം വാർത്തകളിലെല്ലാം ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് ചർച്ചയാകുന്നു. ബിനീഷ് കൊടിയേരിക്ക് ശേഷമാണ് പലരും പോസ്റ്റ് ഇട്ട് തുടങ്ങിയത്. അപ്പൊ ബിനീഷ് കൊടിയേരിയുടെ ലക്ഷ്യം എമ്പുരാനെ തകർക്കലായിരുന്നു, പൃഥ്വിരാജിനെ തകർക്കലായിരുന്നു? അത് ചോദിക്കേണ്ടത് പൃഥ്വിരാജാണ്.